ഓക്കെ ഡിയേഴ്സ്, നിങ്ങൾ ഒരുപാട് പേര് ഇപ്പം വളരെയധികം കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ഒരു സമയമായിരിക്കും. റിപ്പീറ്റ്, റിപ്പീറ്റ്, സൂപ്പർ റിപ്പീറ്റിന് പോണോ അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സ് എടുത്ത് മുന്നോട്ടേക്ക് പോകണോ എന്നുള്ള വലിയ ഒരു കൺഫ്യൂഷൻ. സോ ഈ ഒരു കാര്യത്തിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രം മൈ വ്യൂ പോയിന്റ് ഞാൻ പറയുക, നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ടുള്ള ഫീൽഡ് കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട ഫീൽഡിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മുടെ സക്സസ് നമ്മൾ അതിനകത്ത് എക്സൽ ചെയ്യാൻ സാധിക്കുന്നത്. ഒന്ന്, പിന്നെ അതിനകത്ത് ഓപ്പർച്യൂണിറ്റീസ് കൂടി ഉണ്ടാവണം. നമുക്ക് തോന്നണം അതിനകത്ത് നമുക്കൊരു കോൺഫിഡൻസ് തോന്നണം, എന്നെ കൊണ്ട് അതിനകത്ത് എക്സൽ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ യു ക്യാൻ ഫോളോ ദാറ്റ് പാത്ത് എന്നാണ് ഞാൻ പറയുക. പിന്നീട് പലർക്കുമുള്ള ആവറേജ് ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഒരു കൺഫ്യൂഷൻ ആണ്, ഞാൻ നീറ്റ് എഴുതിയിട്ട് കാര്യമുണ്ടോ, എന്നെ കൊണ്ട് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കുമോ എന്നല്ല. സോ അതിനകത്ത് ആവറേജ് സ്റ്റുഡന്റിന്റെ ഒരുപാട് കേസുകൾ അനലൈസ് ചെയ്തിട്ട് ഒരു ജനറൽ ട്രെൻഡ് അതിനകത്ത് എങ്ങനെയാണ് വന്നത്, നമ്മൾ അതിനകത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യങ്ങളെല്ലാമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഡാറ്റ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് കാര്യത്തിലോട്ട് പോകാം. നമ്മൾ ഇവിടെ എഡിസനെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ഒരുപാട് തവണ പരാജയപ്പെട്ടാണ് എഡിസൺ ബൾബ് കണ്ടുപിടിക്കുന്നതെന്ന്. ഇതിനെക്കുറിച്ച് എഡിസൺ തന്നെ പറഞ്ഞത്, ഓരോ പരാജയത്തിലും ഞാൻ പുതിയ വഴികൾ കണ്ടെത്തുകയായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, എല്ലാറ്റിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് എന്ന്. കാരണം സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റിൽ അരങ്ങേറിയത് 1989-ലാണ്. ഒരു ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം കരിയറിന്റെ സമ്പൂർണ്ണതയിൽ എത്തുന്നത് വേൾഡ് കപ്പ് എടുക്കുമ്പോഴാണ്. അങ്ങനെ സച്ചിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമയം വന്നത് 2011-ലാണ്, 22 വർഷങ്ങൾക്ക് ശേഷം. അതുപോലെ തന്നെ ലയണൽ മെസ്സി 2004-ൽ 17-ാം വയസ്സിലാണ് ബാഴ്സലോണയ്ക്ക് വേണ്ടി അരങ്ങേറുന്നത്. അങ്ങനെ 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 2022-ൽ ഖത്തർ വേൾഡ് കപ്പിലാണ് കരിയറിന്റെ ആ ഒരു സമ്പൂർണ്ണതയിലോട്ട് എത്തുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളിലെല്ലാം നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് അതൊരു ഓവർനൈറ്റ് സംഭവിക്കുന്ന കാര്യമല്ല. അതിൻ്റെതായ സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ നീറ്റ് ജേണിയിൽ ഈ ഒരു കാര്യം എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് മൂവ് ഇൻ ടു. സോ നമ്മൾ ഇവിടെ ഓരോരോ കേസുകളും അനലൈസ് ചെയ്യുകയാണ്. ഓരോ സ്റ്റുഡന്റിന്റെ കേസിലും എങ്ങനെയാണ് വന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതനുസരിച്ച് നിങ്ങളുടെ സ്ട്രാറ്റജി ഫോം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. സോ ആദ്യത്തെ കേസിലോട്ട് പോകുമ്പോൾ ഇവിടെ ഇനീഷ്യലി വലിയ ഒരു ജമ്പാണ് ഈ സ്റ്റുഡന്റിന്റെ കേസിൽ വന്നത്. പക്ഷേ പിന്നീട് 1 ഇയർ കൊണ്ട് വന്നത് ഒരു 142 ആണ്. സോ മറ്റ് കേസുകളിൽ ഇത് എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. സോ അതുകൊണ്ട് നമ്മൾ പറയുന്ന ഒരുപാട് സ്റ്റുഡൻസിന്റെ ഡാറ്റ നിങ്ങളുടെ കേസ് എടുത്ത് നമ്മുടെ ടൈമും എഫേർട്ടും ഒക്കെ ഇട്ടിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇത് പ്രസന്റ് ചെയ്യുന്നത്. സോ നിങ്ങളിൽ നിന്ന് അതിനൊരു സപ്പോർട്ട്, ലൈക്ക്, കമന്റ് ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലോട്ട് റീച്ച് ആവുന്നതും ചാനൽ ഗ്രോ ആവുന്നതും. സോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഋഷിക്ക് കാണിക്കരുത് എന്നാണ് എന്റെ വിനീതമായ ഒരു അഭ്യർത്ഥന. സോ നിങ്ങൾ ലൈക്ക്, കമന്റ്, മാക്സിമം ഷെയർ ഒക്കെ ചെയ്യുക. ഒരുപാട് കോണ്ടന്റ്സ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ അടുത്ത കേസിലോട്ട് പോകാം. ഇവിടെ ഓരോരോ വർഷവും ഒരു 100ന്റെ ഒരു ഡിഫറൻസ് ആണ് വന്നത്. അപ്പൊ ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിന്റെ കേസുകളാണ് നമ്മൾ ഇവിടെ അധികവും എടുത്തിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ചില കേസുകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് ദം എനിക്ക് ആവറേജ് ആണെന്ന് തോന്നുന്ന സ്റ്റുഡൻസിന്റെ കേസുകളാണ് എടുത്തിട്ടുള്ളത്. സോ നമ്മൾ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ ആവറേജ് ആണെങ്കിൽ, ബേസ് എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഓഫ്ലൈൻ ആണ് എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല സ്റ്റുഡൻസിനും ഓഫ്ലൈൻ ആയിട്ട് പോകാൻ സാധിക്കാറില്ല. അതുകൊണ്ട് അവർ ഓൺലൈനോട്ട് മാറാറുണ്ട്. കാരണം കാശ് ഒരു വലിയ ബുദ്ധിമുട്ടാണ് പലർക്കും. ഓഫ്ലൈനിലാണെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ആണ്. പക്ഷേ നമ്മൾ ആ ഒരു കാര്യത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹം, പക്ഷെ കാശ് കൊണ്ട് മാത്രം നിങ്ങൾ ഓൺലൈനിലോട്ട് മാറിയ ഒരാളാണെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് ഓൺലൈനിലെ പോലെ തന്നെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഫെസിലിറ്റി നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വിളിച്ച് നമ്മെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ അടിപൊളിയായി പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ +1 സയൻസ് നീറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ആക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ടൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. ഹ്യൂജ് എമൗണ്ട് ഓഫ് കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എവിടെയും എത്താതെ പോകുന്ന ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ഉണ്ട്. സോ ഒരുപാട് കാശ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫെസിലിറ്റി.
സോ നമുക്ക് അടുത്ത കേസിലോട്ട് പോകാം. ഇവിടെ 79 ബോർഡിലെ മാർക്ക് 79% ആണ് വന്നത്. പക്ഷെ ബോർഡിലെ സ്കോർ ഒന്നും നീറ്റിനെ ബാധിക്കുന്നില്ല എന്ന് ഈ ഒരു കേസിൽ നിന്ന് മനസ്സിലാവും. കാരണം അടുത്ത കേസ് കൂടി ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഈ 79% ഇവിടെ 3 അറ്റംപ്റ്റ് കൊണ്ട് ക്രാക്ക് ചെയ്തെങ്കിൽ ഇവിടെ 95% ബോർഡിൽ സ്കോർ ചെയ്തത് സ്റ്റുഡന്റ് ഇവിടെ 4 അറ്റംപ്റ്റ് വേണ്ടി വന്നു. അപ്പൊ ഈ ഒരു കേസ് ഞാൻ ഹിന്ദി സംസാരിക്കുന്നവരുടെ കേസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ കേരള അല്ല, എനിവേ മേ ബി CBSE അല്ലെങ്കിൽ മറ്റു ബോർഡുകളായിരിക്കാം. സോ ആ ബോർഡിലെ സ്കോർ ഒന്നും നീറ്റിനെ ബാധിക്കുന്നില്ല എന്ന് ഈ ഒരു കേസ് മനസ്സിലാക്കാം. പക്ഷെ സ്റ്റിൽ ഇവിടെയൊക്കെ ഈ ഒരു 500 എന്നുള്ള ആ ഒരു ചെക്ക് പോയിന്റ് ക്രോസ് ചെയ്തിട്ടാണ് അവര് 620 അല്ലെങ്കിൽ 634 650 എത്തുന്നത്. അപ്പൊ അവസാനത്തെ ആ ഒരു റേഞ്ചിൽ വരുന്ന മാർക്കിന്റെ ഡിഫറൻസ് നിങ്ങൾ അവിടെ നോക്കുക. മറ്റു കേസുകളിലോട്ട് നോക്കാം. ഇവിടെയും 580 632 ഇവിടെയും 507 515. ഇവിടെ അവർ റിസർവേഷൻ ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം വളരെ കുറഞ്ഞ സ്കോർ മതിയായ സ്റ്റുഡൻസിന്. അതുപോലെ തന്നെ കുറച്ച് മുമ്പ് ഇപ്പൊ ഒക്കെ റിസർവേഷൻ ഉണ്ടെങ്കിൽ പോലും ഹയർ സ്കോർ ആണ്. കോമ്പറ്റീഷൻ ടഫ്നെസ് അതിന്റെ ലെവൽ കൂടിയിട്ടുണ്ട്. ഇവിടെ 4 അറ്റംപ്റ്റ് ആണ് 670 എത്തി. പക്ഷേ 500 റേഞ്ചിൽ 2 തവണ നിന്നു. അതുകൊണ്ട് തന്നെ പിന്നെ 670 എന്ന് പറയുന്ന ആ ഒരു വലിയ സ്കോറിലോട്ട് പോസിബിൾ ആയി. പിന്നീട് ഇവിടെ ഇനീഷ്യലി വലിയ ഒരു ജമ്പ് പോസിബിൾ ആയി. പക്ഷേ സ്റ്റിൽ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് ഒരു 150 റേഞ്ചിലാണ് വന്നത്. അപ്പം ഫൈനലി ഇവിടെ നിന്ന് നിങ്ങൾ മനസ്സിലാക്കാവുന്ന നമുക്ക് ഒരുപാട് കേസുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഈ 500 എന്നുള്ള ഒരു ചെക്ക് പോയിന്റ് പിന്നീട് ഒരു ക്ലോസ് റേഞ്ചിലോട്ട് വരുമ്പോൾ ചെറിയ 100+ ആ ഒരു മാർജിനാണ് 1 ഇയർ കൊണ്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇപ്പം 400 നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു 650 + 670 എത്താൻ നിങ്ങൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്ന് നമുക്ക് അത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി നിങ്ങൾ മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ വാട്സാപ്പ് ചാനലുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ നൽകാം. യു ക്യാൻ ജോയിൻ ദർ. അപ്പൊ അതിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയും. അപ്പൊ നിങ്ങൾ ഇപ്പൊ 300-ലും 350-ലും നിൽക്കുന്ന ആളാണെങ്കിൽ നമ്മൾ പറഞ്ഞു 1 ഇയർ കൊണ്ട് ഒരു 150 ഒക്കെയാണ് പോസിബിൾ ആവുന്നത്. പക്ഷെ അത് മറികടന്ന് നമുക്ക് ഈ ഒരു 650 എത്താൻ നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നമ്മൾ അതിനകത്ത് പറയും, സ്ട്രാറ്റജീസ്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത വീഡിയോകളിലൊക്കെ ചെയ്യും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബെല്ലൈക്കൻ എനേബിൾ ആക്കി വെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് മൂവ് ഇൻ ടു നെക്സ്റ്റ് സ്ലൈഡ്. അങ്ങനെ നമ്മൾ ഈ ഒരു സ്ലൈഡിലും ഇവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും എപ്പോഴും ആ ഒരു 541 500 ആ ഒരു സ്കോറും ദെൻ പിന്നീട് വരുന്ന ഡിഫറൻസും. ഈ ഒരു കേസ് ഞാൻ എടുത്തതിന്റെ കാരണം ഇവിടെ നിങ്ങൾ നോക്കൂ, 521 വന്നിട്ട് പിന്നെ വീണ്ടും 287 പോയി. പക്ഷെ സ്റ്റിൽ അവർ പ്രതീക്ഷ കൈവിട്ടില്ല. അവർക്കറിയായിരുന്നു എന്നെ കൊണ്ട് അതിന് കഴിയുമെന്ന ആ ഒരു സെൽഫ് കോൺഫിഡൻസ്. കാരണം ഒരിക്കൽ അവർ 521 സ്കോർ ചെയ്തിട്ടുണ്ട്. അവർ 647 വന്നു. അതൊരു വലിയ ഇൻസ്പിറേഷൻ ആണ്. ഇവിടെ ഈ ഒരു 287 പോകാൻ കാരണം ഒരുപാട് കേസുകൾ നമ്മൾ എടുത്തപ്പോൾ അതിനകത്ത് ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട്. ഐ തിങ്ക് ദിസ് ഈസ് ദ കേസ്. അവർക്ക് ഹെൽത്ത് പ്രോബ്ലം കാരണം നമുക്കറിയാം അവസാന നീറ്റ് എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ഒരു ജേണിയാണ്. നമ്മൾ ഒരു മാസം ഒന്ന് ലാഗായാൽ പോലും നമ്മുടെ സ്കോർ വളരെ പിറകോട്ട് പോകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിനാണ് ഈ ഒരു കേസ് എടുത്തത്. സോ കണ്ടിന്യൂസ് ആയിട്ട് 1 ഇയർ പഠിച്ചാലാണ് നമുക്കത് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കുക എന്നുള്ളതാണ്. പിന്നീട് ഇവിടെയും നിങ്ങൾക്ക് വളരെ നോക്കൂ, 221 259 ആവറേജ് ആയിട്ടുള്ള ഒരു കേസാണ്. 489 വന്നത് 549 594 ആ ഒരു അവരുടെ ഒരു പെർസിസ്റ്റൻസും ഡിറ്റർമിനേഷനും ആ ഒരു ക്ഷമയൊക്കെ നമ്മളൊന്ന് നോക്കണം. ദിസ് ഈസ് റിയലി സൂപ്പർബ്. വളരെ നമുക്ക് അവർക്ക് ഒരു കയ്യടി കൊടുക്കേണ്ട ഒരു കേസാണ്. 1 2 3 4 5 5th അറ്റംപ്റ്റിൽ അവര് ഒരുപാട് പിറകിലോട്ട് പോയിട്ടും സ്റ്റിൽ അവർ പെർസിസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെയാണ് നീറ്റ് എന്ന് പറയുന്നത്. ദെൻ 580 പിന്നെ 690 വന്നു. 100 ഇതൊരു വലിയ ജമ്പ്. ഇവിടെ 580 പിന്നെ 690 വന്നു. അപ്പൊ ഈ ഒരു കേസ് സ്റ്റിൽ അവിടെ വന്നത് ഒരു 110 ഡിഫറൻസ് തന്നെയാണ്. അപ്പൊ എപ്പോഴും ലാസ്റ്റ് 1 ഇയർ ആ ഒരു 110 ആണ് ഈ കേസുകളിലൊക്കെ വരുന്നത്. 110 അല്ല, ഒരു 100+ ആ ഒരു റേഞ്ച്. ചിലരുടെ കേസിൽ അത് 140 വന്നിട്ടുണ്ട്. പിന്നീട് ഇവിടെയും 408 521 584 ആൻഡ് 670 വന്നു. പിന്നെ ലാസ്റ്റ് 80 ഇത് വലിയൊരു ജമ്പ്. ഈ ജമ്പ് പലപ്പോഴും പോസിബിൾ ആണ്. നമ്മൾ പറഞ്ഞു 80 483 പോസിബിൾ ആണ്. സ്റ്റിൽ 483 പിന്നെ 567 100 100 സ്കോർ റേഞ്ച് ആണ് വ്യത്യാസം വീണ്ടും വന്നത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നീട് മറ്റൊരു കേസ്. അപ്പം പിന്നീട് ഈ ഒരു കേസ് എടുത്തത് 73% ബോർഡിൽ വന്നു. സ്റ്റിൽ നീറ്റിൽ അവരെ ജേണി ഡിഫറെന്റ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ ബോർഡ് മാർക്ക് നിങ്ങൾ പേടിച്ചിട്ട് നിങ്ങൾ ആവറേജ് അതൊന്നും വിചാരിച്ചിരിക്കണ്ട. ഇത് നിങ്ങളുടെ പെർസിസ്റ്റൻസ്, ഡിറ്റർമിനേഷൻ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം എന്താണ് നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിന് വേണ്ട ക്വാളിറ്റീസ് എന്ന് നമ്മൾ ഒരു വീഡിയോ ഉടനെ തന്നെ ചെയ്യും. യു ക്യാൻ വാച്ച് ഇറ്റ്.
അപ്പം നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം, ഇതൊരു ജനറൽ ട്രെൻഡ്, നിങ്ങളെ കേസിൽ ഇതാവണമെന്നില്ല. മേ ബി അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ നിങ്ങൾക്ക് വലിയൊരു ജമ്പൊക്കെ നടത്തുവാൻ പോസിബിൾ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ യു ക്യാൻ ജോയിൻ ദർ. സോ നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് ട്രെൻഡ് നമ്മൾ കണ്ടു, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. സോ നിങ്ങൾ ഇനി നിങ്ങളുടെ നീറ്റ് ജേണി എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ലൈഫിൽ പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ എടുക്കുക. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി വഴി ഐ ആം റെഡി ടു ഹെൽപ്പ് യു. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക്, കമന്റ് കാര്യങ്ങളൊന്നും മറക്കരുത്. അതാണ് നമുക്കുള്ള ഒരു മോട്ടിവേഷൻ. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.